ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറയാം. കാരണം ഹ്യൂമർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇത് ആളുകൾ ചളിയായി പോയെന്ന് പറയും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറയും. ഞാൻ മൂവി കാണാൻ പോയി, ഇപ്പോൾ സ്പാ കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പലതരത്തിലുള്ള ചിരികളാണ്. അടക്കി പിടിച്ച ചിരി, പൊട്ടിച്ചിരി, അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ആൾ അമർത്തി പിടിച്ച ചിരി, ഓർത്തോർത്തുള്ള ചിരി, അങ്ങനെ പലതരത്തിലുള്ള ചിരികളുണ്ടായിരുന്നു. ഏറ്റവും അതിൽ റെസ്പെക്റ്റ് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇതൊരു എനിക്ക് തോന്നുന്നു ഷൈൻ ചേട്ടനാണെങ്കിലും ഇതൊരു A സർട്ടിഫിക്കറ്റ് ചോദിച്ചു വാങ്ങിയ ഒരു പടമാണ്. അപ്പൊ ഇതിലൊരു ഡബിൾ മീനിങ് കോമഡി ജോക്കുകൾ ഒന്നും തന്നെ വരുന്നില്ല. അത് മാത്രമല്ല, എന്നാലും ചിരിക്കാനുള്ള എലമെന്റ്സ് എല്ലാം ഇട്ടിട്ടുമുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഒരു കോമഡി കൈകാര്യം ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും എന്താ പറയാ ടാസ്ക് പിടിച്ചൊരു പരിപാടി എന്നുള്ളത്. അപ്പൊ എങ്ങനെയാ ചേട്ടൻ ഷൈൻ ചേട്ടൻ എങ്ങനെയാ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഹ്യൂമർ ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറയാം. കാരണം ഹ്യൂമർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇത് ആളുകൾ ചളിയായി പോയെന്ന് പറയും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ കറക്റ്റ് മീറ്ററിൽ നിന്ന് താഴെ പോയാൽ അത് പെട്ടെന്ന് അതായത് ഒരു തമാശ പാളിപ്പോയാൽ അതൊരു ദുരന്തമായി മാറും. നമ്മളൊരു ഇമോഷണൽ സീൻ ഷൂട്ട് ചെയ്തു, അപ്പോൾ അല്ലാതെ ഇമോഷണൽ സീൻസ് ചെയ്യാണ്. അപ്പോൾ അതിനേക്കാളും അപകടമാണ് ഈ തമാശ ചെയ്തിട്ട് ഇത് വർക്കൗട്ടായില്ലെങ്കിൽ. വർക്കൗട്ട് ആവാതിരിക്കുകയും അതേസമയം ഇതിനെ അയ്യേ എന്ന് പറയുന്ന രീതിയിലേക്ക് പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പോൾ തമാശ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ആ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് കാണിക്കുക, ആളുകളെ ആ സാഹചര്യങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അവർ ഇന്ന ഇടത്തിൽ, അവർ കാണുന്ന കഥാപാത്രം ഇന്ന സ്പേസിൽ ഇന്ന ഇടത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ആ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയുന്ന കോൺട്രഡിക്ഷനും ഇവർ പറയുന്ന സാധനങ്ങളും സ്വാഭാവികമായ ഒരു ചിരിയിലേക്ക് വരും. വളരെ ഓർഗാനിക്കായിട്ട് ആ ചിരി വരും. നമ്മൾ ഫോഴ്സ്ഫുള്ളി ട്രൈ ചെയ്യാതെ തന്നെ ചിലപ്പോൾ അത് വരും.